4 ലക്ഷം രൂപയ്ക്ക് ഇത് ഓൾമോസ്റ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. റിയർ വീൽ ഡ്രൈവ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ട MR2 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇപ്പോൾ അയർലൻഡിലാണ് ഉള്ളത്. പക്ഷേങ്കിൽ ഈ വണ്ടി അധികം ഇവിടെ പോലും കണ്ടുവരാത്തൊരു മോഡലാണ്. ഇതിന് അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലുക്ക് ഇങ്ങനെ വന്നേക്കുന്നത്. ഭയങ്കര യൂണിക്കായിട്ടുള്ള വണ്ടിയാണ്. ഞാനിപ്പോൾ പല സ്ഥലത്തായിട്ട് ഈ വണ്ടി കണ്ട് നോട്ടീസ് ചെയ്ത് പുള്ളിനെ തപ്പിയെടുത്ത് പുള്ളിയുടെ നമ്പർ ഒപ്പിച്ച് വിളിച്ച് പുള്ളിയുടെ റിവ്യൂ ചോദിച്ച് പുള്ളി അപ്പം തന്നെ സമ്മതിച്ചു. ക്രിസ്റ്റഫർ എന്നാണ് ഉള്ള പേര്. ഹൈറ്റ് തന്നെ ഭയങ്കര കുറവാണ്. ഒട്ടും ഹൈറ്റ് ഇല്ല. നമ്മൾ താന്നു വേണം കയറാൻ. ഇതുണ്ടോ ആ ഓണറുടെ അടുത്ത് വന്ന് വണ്ടിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും വണ്ടിനെ പറ്റി അറിയണം. ടയർ അപ്പ് സൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ലക്ഷം രൂപയുടെ ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പണി ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി കൊണ്ട് നമ്മൾ എവിടെ പോയാലും ആൾക്കാർ ഇതുണ്ട്, ആൾക്കാർ നോട്ടീസ് ചെയ്യും. അത്ര അടിപൊളിയാണ് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. 19 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അത് ഓർക്കണം. അതിൻ്റെ സൈഡിൽ എയർ സ്കൂപ്പ് വരുന്നുണ്ട്. നേരെ എൻജിനിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പുകൾ കാണിച്ചു തരാം. 3 എക്സോസ്റ്റ് പൈപ്പുകൾ വരുന്നുണ്ട്. ഇജാതി വണ്ടി. ഇതിൻ്റെ 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 138 bhpയും ഒരു 125 ടോർക്കും വരുന്നുണ്ട്. നമ്മളിപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ പോളോ GT ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാവുന്നൊരു വണ്ടിയാണ്. പക്ഷേ എങ്കിൽ റിയർ വീൽ ഡ്രൈവും പവർ ടു വെയിറ്റ് റേഷ്യോ പറയുകയാണെങ്കിലും ഇതിപ്പോൾ ഒരു 1000 kg താഴെ ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നുള്ളൂ. അത് തന്നെ ഒരു വലിയ ഹൈലൈറ്റ് ആണ്. ഇത്രയും വെയിറ്റ് കുറവിൽ ഇത്രയും പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ വീൽ ഡ്രൈവും മാനുവൽ ട്രാൻസ്മിഷനും എല്ലാം കൂടി ഒരു അടിപൊളിയാണ്. വേറെ സീൻ. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്. സിമ്പിൾ ഇൻറ്റീരിയറാണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും ലെതർ സീറ്റ്സാണ്. ബാക്കിലോട്ടൊന്നും വാങ്ങിക്കാം. ബാക്കിലോട്ടൊന്നും വ്യൂ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ അങ്ങോട്ട് മറക്കണം. വ്യൂ ഒന്നുമില്ല. ഫ്രെയിംലെസ് ഡോർ. ഞാനത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം. വണ്ടി റോട്ടിൽ കൂടി പോകുമ്പോൾ പെണ്ണുങ്ങൾ തുടങ്ങി എല്ലാവരും നമ്മളിങ്ങനെ നോക്കിയൊക്കെ. ഞാൻ വണ്ടി വഴിക്ക് 3-4 പെണ്ണുങ്ങൾ നിന്ന് നോക്കരുത്, നമ്മളൊക്കെ ചിരിക്കരുത്. റൈഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 2 സീറ്റ് ഉള്ളതുകൊണ്ട് റൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. ഓണർ എവിടെ നിന്നാലും ആൾക്കാരൊന്ന് ചോദിക്കും വണ്ടിനെ പറ്റി. അതാണ് വണ്ടിയുടെ അവസ്ഥ. ഒരു രക്ഷയില്ല. നമുക്ക് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കാം വണ്ടീൻ്റെ അഭിപ്രായമൊക്കെ. എങ്ങനെയുണ്ട് സാധനം? പുള്ളി വണ്ടി ഓൺ ചെയ്യാൻ വേണം മക്കളെ. ഭയങ്കര എക്സൈറ്റഡ് ആട്ടെ ഞാൻ. ഈ വണ്ടി ഒന്ന് റിവ്യൂ കിട്ടാൻ ഞാൻ കുറേ ആഗ്രഹിച്ചാണ്. ഞാൻ മൈക്ക് അടിപ്പിച്ച് വെച്ചാൽ ത്രോട്ട് പുള്ളി ഇപ്പോൾ ത്രോട്ടിൽ കൊടുത്ത് കാണിച്ചു തരോട്ടാ. മോനെ താങ്ക് യു. മോനെ പുള്ളി ബോണറ്റ് ഇത് ഓപ്പൺ ചെയ്തു. ബോണറ്റ് എൻ്റെ മോനെ എന്താ സാധനം. എൻജിൻ. ഓക്കെ. ഇത് തുറന്ന് കാണിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല കേട്ടാ. മിഡ് എഞ്ചിനായതുകൊണ്ട് കുറച്ച് തുറക്കാൻ പണിയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, പുള്ളി തുറന്ന് കാണിച്ചു. പുള്ളി ഭയങ്കര നല്ല മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് വണ്ടി? ഇപ്പോൾ പുള്ളി ഇത് സെയിലിന് ഇട്ടിട്ടുണ്ട്. ഈ വണ്ടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. നമ്മൾ അയർലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. സെയിലിന് ഇട്ടേക്കുന്നത് ഓൾമോസ്റ്റ് 9,000 യൂറോസിൻ്റെ അടുത്താണ്. ഈ ലംബോർഗിനി ഗ്രീൻ പെയിൻറ്റ് ഇപ്പോൾ ഈ അടുത്താണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത്. അലോയ് വീൽസ്, ടയേഴ്സ് എല്ലാം ഇതുണ്ടോ. ഫ്രണ്ട് നോക്കി മൊത്തത്തിൽ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പോർഷയുടെ പോലത്തെ ഫ്രണ്ടിൽ നോക്കിയൊരു ചെറിയ പോർഷയുടെ ഒരു കട്ടുണ്ട്. പക്ഷേ നമുക്ക് പോർഷയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിനെ പണ്ടൊക്കെ കമ്പയർ ചെയ്തിരുന്നത് പോർഷെ ബോക്സ്റ്ററും പിന്നെന്താ പറയുക മസ്ദ മിയാട്ടയൊക്കെ ആയിട്ടാണ്. അപ്പോൾ പോർഷെ ബോക്സ്റ്ററായിട്ട് കമ്പയർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മിഡ് എഞ്ചിനാണ്. അതിൻ്റെയും മിഡ് എഞ്ചിനാണ്. പക്ഷേ മസ്ദ മിയാട്ടയുടെ വില വരുന്നുള്ളൂ. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാമല്ലേ? ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഞാൻ ഓണറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. പുള്ളിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയർലൻഡിലോ അല്ലെങ്കിൽ നെയ്ബറിംഗ് കൺട്രീസിലുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ. പുള്ളിയുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചേക്കാം വണ്ടിനെ പറ്റി. പുള്ളി അടയ്ക്കാൻ പോകണ്ട, അടയ്ക്കണ സെറ്റപ്പ് പോയിക്കോ. പുള്ളി Christopher, how long have you been owning this car? Okay, I had this car 3 years, everything new. I even got repainted last year. Repainted? It's a Lamborghini shade green, yeah. I repainted the whole car. That's the colour I put on it, you know. People, you feel like a celebrity driving this car. I swear to God. Yeah. People just come over to me. So why did you choose this car? It was just different. It's only one. It's only one in Ireland. Exactly. Because it's totally changed. And if you look at standard MR3,
they're a nice looking car, but they look nothing like this, you know. Exactly. Like the front of it is like a Porsche, yeah. Like a Porsche. The headlights, Cooper, a Sierra 8 Mini Cooper. I think it's fantastic the way it's done, you know. Yeah, and the rear lights are they're off an Alfa Romeo, so even the lights look brilliant at the back, you know. He even customized the exhaust on it, you know. The original box is there, but he put them pipes onto it, and the 3 pipes actually work. One guy asked me, were they plastic? I said, oh, they are, yeah, they're plastic, yeah. A plastic exhaust. I always had modifications done to them. I always wanted something different. You can go anywhere in this car. It has the Toyota reliability. Yeah, exactly. And everything is cheap for it. Like, So reliable. No you get- issues, no complaints, nothing. you get the full service kit for under 100 quid. 100. You know what I mean? That's Jeez. like you can imagine Yeah. a Lamborghini or a Porsche, how much you'd be paying to service one of them. And the wheels are very good. The wheels are of a Toyota IS, only IS. The back ones are huge now. Yeah, it's You know, it's the back ones, yeah, there's actually spaces on the back and all. And she's been through 2 NCTs, no problem. no problem. No problem. And the original Roadster seats are in it. Those are leather seats, right? The bucket seats? Yeah, leather seats, yeah. Yeah. And they're MR2 Roadster. Okay. They're Roadster seats, you know. And the fact that she's an MR2S Spider, she has a 6-speed box in her, Yeah. you know. So and the car, I swear to God, the car is very economical. Very economical. Thank you, Christopher. No problem. Thank you so much for your time. No problem. I really appreciate it. Thank you so much. You're welcome. Yeah. And I hope your car gets sold easily. If some petrol head like yourself out there, Yes, right. Some petrol heads gonna definitely buy this car for sure. ഇപ്പോൾ ഈ വണ്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയാണ് ഇന്ത്യൻ മണി. ഒരു 9,000 യൂറോയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് റൈഡിങ് എക്സ്പീരിയൻസ് ആവാം മോനെ. റഷ്യയിലട്ടാ സീൻസാണ്. ഇതിനകത്ത് കയറാൻ തന്നെ കുറച്ച് പണിയാണ്. Let's go. സൗണ്ടൊക്കെ ഉണ്ടല്ലോ റഷ്യയില. see the sound behind Yeah. that's just. You won't get that in an electric car. No, never. Slow on here. Yeah. Residential area, right? Yeah. It's very comfortable. Very comfortable, yes. That's true. You're bouncing along with some of these cars. Yeah. That's very comfortable. Yeah. Just the Toyota things. Oh yeah. You can't beat Toyota. You just can't beat. Yeah. ഓക്കെ, നമ്മൾ പുള്ളിയുടെ വീട്ടിലെത്തിയേക്കാണ്. പുള്ളി കാറ് പാർക്ക് ചെയ്യാൻ പോകണം. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇത് കിടക്കണം. നമ്മുടെ BMW അവിടെ കിടപ്പുണ്ട്. അതും ഒരു റിയർ വീൽ ഡ്രൈവ് ആണ്, പക്ഷേ ഇതിൻ്റെ അത്രയും ഫണ്ണ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അടുത്തൊരു വെറൈറ്റി വണ്ടിയായിട്ട് വരാം.